ഇടവേള എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു സ്പിരിച്വൽ ജേണി ആയിരുന്നു ഇടക്കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് എഡ്യൂക്കേഷനായിരുന്നു. എൻ്റെ മോളെ ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് പിന്നെ സ്കൂളിലല്ല പഠിച്ചത് അവൾ പിന്നെ 12 വർഷം ഭാരത സഞ്ചാരത്തിലൂടെ പഠിക്കുകയായിരുന്നു. ഞാനൊരു ഗുരുതുല്യനായ ഒരാൾ മീറ്റ് ചെയ്യുന്നു. അയാളാണ് എനിക്ക് ഇൻസ്പിറേഷനായത്. അയാൾ പറഞ്ഞൊരു ആശയം എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള കുറേ പൊരുത്തക്കേടുകളുണ്ട്. ഒരു വ്യക്തിയെ വളർത്തിയെടുക്കാൻ അപര്യാപ്തമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് പോകുന്നതായിട്ട് തോന്നി. അപ്പോൾ മോൾക്കല്ലാത്തൊരു വിദ്യാഭ്യാസം കൊടുക്കണം തോന്നി. അത് സക്സസ് ആവുകയും ചെയ്തു. സാറിനെ സംബന്ധിച്ച് എന്താണ് സ്പിരിച്വാലിറ്റി? അതറിയാത്തവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ സെൽഫ് റിയലൈസേഷനാണ്, മറ്റൊന്നുമല്ല. നമ്മളെന്താണെന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മളെങ്ങനെ തിരിച്ചറിയാൻ അത് അങ്ങനെയല്ല. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ തുടങ്ങും. ആ തിരിച്ചറിവിൽ നിന്ന് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയാൻ പറ്റും. അപ്പോൾ മകളെ ഇത്തരത്തിലൊരു എഡ്യൂക്കേഷനിലോട്ട് കൊണ്ടുപോകുമ്പോൾ മകളൊരു ഡോക്ടറാവണം, എൻജിനീയർ ആവണം, വക്കീലാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പിതാവിൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോയോ? നിങ്ങൾ ചോദിച്ചത് തന്നെ, നിൻ്റെ ചോദ്യത്തിൽ തന്നെ ഇതിന് ഉത്തരവുണ്ട്. ഡോക്ടർ, എൻജിനീയർ, അഡ്വക്കേറ്റ്, ഇതിനപ്പുറത്തേക്ക് ജോലികളുണ്ട്, ഇതിനപ്പുറത്തേക്കുള്ള മനുഷ്യൻ്റെ ജീവിതമുണ്ട്. ഞാൻ അതിനപ്പുറത്തേക്കാണ് ചിന്തിച്ചത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇലോൺ മസ്ക് ഒക്കെ അവരുടെ മക്കളെ ഇതുപോലെ ഒരു സാമ്പ്രദായികമായ ഒരു എഡ്യൂക്കേഷനിൽ കൊണ്ടുപോകാതെ തന്നെ സെൽഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് വളരെ റെയറായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ സിനിമയിലൊക്കെ അത്യാവശ്യം നല്ല നല്ല സിനിമകൾ ചെയ്ത സുനിൽ സാറ് ഇത്തരത്തിലൊരു ഡിസിഷൻ എടുക്കുന്നത് ഇതൊരു പ്രചോദനമായിട്ട് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ ആക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവളുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഒരു 1-2 വർഷം കൂടി ഫിലിം ഫീൽഡ് അവൾക്ക് താല്പര്യമുണ്ട്, ഇതിലേക്ക് വരികയാണ്. അടുത്തത് ഞങ്ങൾ 200 കുട്ടികൾക്ക് വേണ്ടി ഇത്തരമൊരു വിദ്യാഭ്യാസം രീതികളുള്ളൊരു സ്ഥാപനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. മറ്റുള്ള കുട്ടികൾക്കും കൂടി, താല്പര്യമുള്ള കുട്ടികൾക്കും കൂടി ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ട്.